ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ ഇന്ത്യൻ റവല്യൂഷണറി മൂവ്മെന്റ്സിൽ പ്രധാനിയായ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുക. കറണ്ട് അഫയേഴ്സിൽ അദ്ദേഹത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് മദൻലാൽ ദിങ്ക്ര എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ചെങ്കിലും സുപരിചിതനായിട്ടുള്ള ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ആളാണ് മദൻലാൽ ദിങ്ക്ര. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വന്ന ന്യൂസ് നമുക്കൊന്ന് നോക്കാം. ഓൺ ദ 114th death anniversary of Madanlal Dhingra, a massive memorial was inaugurated in Amritsar where he hailed from. അപ്പോൾ മദൻലാൽ ദിങ്ക്രയുടെ 114ാമത് ചരമവാർഷികം ആഘോഷിച്ച വേളയിൽ ഒരു മാസീവ് മെമ്മോറിയൽ, ഒരു വലിയ മെമ്മോറിയൽ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് അവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അവിടെ അമൃത്സറിൽ. അദ്ദേഹം അമൃത്സറുകാരനാണ്, പഞ്ചാബിലെ അമൃത്സറിൽ നിന്നുള്ള ആളാണ്. അപ്പൊ ഈ മദൻലാൽ ദിങ്ക്ര ആരായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. മദൻലാൽ ദിങ്ക്ര വാസ് ആൻ ഇന്ത്യൻ റവല്യൂഷണറി ഫ്രീഡം ഫൈറ്റർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റവല്യൂഷണറി ആയിട്ടുള്ള വ്യക്തിയാണ് മദൻലാൽ ദിങ്ക്ര. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചരമവാർഷികം 114ാമത് ചരമവാർഷികമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആക്ടിവിറ്റികളിൽ ഉൾപ്പെട്ട് മരണത്തെ വരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഹി റിസീവ്ഡ് ഹിസ് early education in അമൃത്സർ ആൻഡ് ലേറ്റർ മൂവ്ഡ് ടു ഇംഗ്ലണ്ട് ഫോർ ഫർദർ സ്റ്റഡീസ് വെയർ ഹി സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ പഞ്ചാബിലെ അമൃത്സറിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡീസിനായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക്, UK പോയി. ലണ്ടനിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ അദ്ദേഹം എഞ്ചിനീയറിംഗിന് വേണ്ടി ചേർന്നു. വൈൽ ഇൻ ഇംഗ്ലണ്ട്, Madanlal Dhingra became deeply involved in the activities of the Indian independence movement. അപ്പോൾ ലണ്ടനിൽ എത്തിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് ഹയർ സ്റ്റഡീസിന് എത്തിയ നമ്മുടെ മദൻലാൽ ദിങ്ക്ര പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ വളരെ അഗാധമായിട്ട് ഇടപെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. He came in contact with the revolutionaries like Vinayak Damodar Savarkar, Shyamji Krishnavarma and several others. അപ്പോൾ ലണ്ടനിൽ വെച്ചാണ് ഇദ്ദേഹം VD സവർക്കറെയും ശ്യാംജി കൃഷ്ണവർമ്മയെ പോലുള്ള റവല്യൂഷണറീസിനെ പരിചയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇന്ത്യ ഹൗസ് ഇൻ ലണ്ടൻ വാസ് ദ മീറ്റിംഗ് പ്ലേസ് ഫോർ ഇന്ത്യൻ റവല്യൂഷണറീസ് ലൊക്കേറ്റഡ് ഇൻ ഹൈഗേറ്റ്. അപ്പൊ ഈ ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച ഒന്നാണ് ഇന്ത്യ ഹൗസ്. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മനാണ്. അപ്പൊ ആ ഇന്ത്യ ഹൗസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ആക്ച്വലി ഈ ഹൈഗേറ്റ് എന്ന് പറയുന്നത് ലണ്ടന് തൊട്ട് വെളിയിലുള്ള ഒരു സബ് അർബൻ ഏരിയ ആണ്. അപ്പൊ റവല്യൂഷണറീസ് എല്ലാം അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് രഹസ്യമായിട്ട് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഹൗസിൽ വന്നിട്ടാണ് മദൻലാൽ ദിങ്ക്ര VD സവർക്കറെയും ഈ ഇന്ത്യ ഹൗസിന്റെ സ്ഥാപകനായിട്ടുള്ള ശ്യാംജി കൃഷ്ണവർമ്മയും പോലുള്ള റവല്യൂഷണറീസിനെ ഒക്കെ പരിചയപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ VD സവർക്കറുമായിട്ടുള്ള പരിചയം, അദ്ദേഹം VD സവർക്കറുമായിട്ട് ധാരാളം എന്താ പറയുക, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ ഹി ജോയിൻഡ് ആൻഡ് ഹാഡ് എ മെമ്പർഷിപ്പ് ഇൻ എ സീക്രട്ടീവ് സൊസൈറ്റി നെയ്മഡ് ദ അഭിനവ് ഭാരത് മണ്ഡൽ ഫൗണ്ടഡ് ബൈ VD സവർക്കർ ആൻഡ് ഹിസ് ബ്രദർ ഗണേഷ് ദാമോദർ സവർക്കർ. അപ്പൊ ഈ VD സവർക്കറുമായിട്ടുള്ള ആ ബന്ധം അദ്ദേഹം പിന്നീട് VD സവർക്കറും അദ്ദേഹത്തിന്റെ സഹോദരനായ ഗണേഷ് ദാമോദർ സവർക്കറും ചേർന്ന് നിർമ്മിച്ച ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, അഭിനവ് ഭാരത് മണ്ഡൽ എന്നാണ്, അല്ലെങ്കിൽ അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയും. അതില് മെമ്പറായി മാറി നമ്മുടെ മദൻലാൽ ദിങ്ക്ര. ഇനി ഈ മദൻലാൽ ദിങ്ക്ര എന്തുകൊണ്ടാണ് ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമായതെന്ന് ചോദിച്ചാൽ, ഓൺ July 1st, 1909 മദൻലാൽ ദിങ്ക്ര അസാസിനേറ്റഡ് സർ വില്യം ഹട്ട് കഴ്സൺ വൈലി. അപ്പൊ കഴ്സൺ വൈലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യലിനെ നമ്മുടെ മദൻലാൽ ദിങ്ക്ര വെടിവെച്ചു കൊന്നു. എ റിട്ടയർഡ് ബ്രിട്ടീഷ് ആർമി ഓഫീസർ ആൻഡ് എ പ്രോമിനന്റ് ഒഫീഷ്യൽ ഡ്യൂറിങ് എ പബ്ലിക് മീറ്റിംഗ് ഇൻ ലണ്ടൻസ് ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ലണ്ടനിലെ ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പബ്ലിക് മീറ്റിംഗിനിടയിൽ വെച്ചിട്ട് കഴ്സൺ വൈലി എന്ന് പറയുന്ന റിട്ടയർഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസറെ നമ്മുടെ മദൻലാൽ ദിങ്ക്ര വെടിവെച്ചു കൊന്നു.
അപ്പൊ ഇതിന് വേണ്ടുന്ന പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഷൂട്ടിംഗ് ക്ലബിലൊക്കെ പോയി ഷൂട്ടിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നത്. അങ്ങനെ വന്നിട്ട് കഴ്സൺ വൈലിയെ ഈ പബ്ലിക് മീറ്റിംഗിനിടയ്ക്ക് വെടിവെച്ചു കൊന്നു. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ബ്രിട്ടീഷ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഡ്യൂറിംഗ് ദ ട്രയൽ ഹി ക്ലെയിംഡ് ദാറ്റ് ഹി ഹാഡ് മർഡേഡ് കഴ്സൺ വൈലി ആസ് എ പാട്രിയോട്ടിക് ആക്ട് ആൻഡ് ഇൻ റിവെഞ്ച് ഫോർ ദ ഇൻഹ്യൂമൻ കില്ലിംഗ് ഓഫ് ഇന്ത്യൻസ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ അദ്ദേഹത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ട്രയൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം കോർട്ടിൽ പറയുകയാണ്, അദ്ദേഹം കഴ്സൺ വൈലിയെ കൊന്നത് ഒരു പാട്രിയോട്ടിക് ആക്ട് ആണ്. അതായത് എൻ്റെ രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കഴ്സൺ വൈലി എന്ന് പറയുന്ന റിട്ടയേർഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഓഫീസറെ കൊന്നത്. കാരണം എനിക്ക് ബ്രിട്ടീഷുകാരോട് റിവെഞ്ച് ചെയ്യണം. കാരണം ഇറ്റ്സ് എ ആക്ട് ഓഫ് റിവെഞ്ച്. വൈ? അവരിവിടെ ഒരുപാട് ഇന്ത്യക്കാരെ ഈ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കൊന്നൊടുക്കിയ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതികാരം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദേശസ്നേഹപരമായിട്ട് എൻ്റെ രാജ്യം ഇന്ത്യയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാട്രിയോട്ടിസം, ദേശസ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്തതെന്ന് കോടതിയിൽ പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ഗിൽറ്റി ആയിട്ട് കണ്ടെത്തിയ ലണ്ടൻ കോർട്ട് അദ്ദേഹത്തിന് ഡെത്ത് സെന്റൻസ് വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഇന്ത്യൻ റവല്യൂഷണറിയും ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ഈ പറയുന്ന ലണ്ടനിൽ വെച്ച് കഴ്സൺ വൈലിയെ വധിച്ചുകൊണ്ട് തൂക്കുകയർ നേടിയ നമ്മുടെ മദൻലാൽ ധിംഗ്ര അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറി. അപ്പൊ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള പേഴ്സണാലിറ്റികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.